ഞങ്ങൾ ഈ തിയേറ്ററിൽ ഈ കവിത തിയേറ്ററിൽ നിന്നാണ് ദൃശ്യം കണ്ടത്. അന്ന് ഈ ദൃശ്യം കണ്ടിറങ്ങി വന്നപ്പോൾ ഈ ആഹ്ലാദം ഞങ്ങളന്ന് 13 വർഷം ആഘോഷമാണ്. അതേ സെയിം തന്നെ അതേപോലെ ഒന്നും കുറേ തന്നെ ഇപ്പോഴും ആ ഒരു ആഹ്ലാദം തന്നെ ഞങ്ങൾ ഇപ്പോൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ ഗംഭീര സിനിമയാണ്. ലാലേട്ടൻ ഇന്ന് ജന്മദിനത്തിൽ ലാലേട്ടൻ നമുക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ്. ആരാധകർക്ക് വേണ്ടിയിട്ട് ലാലേട്ടൻ ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ദൃശ്യം 3. അതിമനോഹരമായിട്ടുണ്ട് സിനിമ. പടം ബമ്പർ ഹിറ്റായിരിക്കും. ലാലേട്ടൻ തൂക്കി. അപ്പോൾ നമുക്ക് 100 കോടി തന്നെ തുടങ്ങാം. ആ രീതിയിലാണ് ചെയ്തു വെച്ചത്. രക്ഷയില്ല, ഗംഭീരം. അതുപോലെ ലാലേട്ടൻ്റെ ഒപ്പം ലാലേട്ടൻ്റെ ബർത്ത്ഡേ അന്ന് നമുക്ക് ആഘോഷിക്കാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമുക്ക് പിന്നെ അധികം സമയമില്ല നിന്ന് കളയാനായിട്ട്. നമുക്കിനി ചാറ്റിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതിനു വേണ്ടി പോകണം. നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒരു ട്വിസ്റ്റ് തന്നെയാണ് സിനിമ. പടം വേറെ ലെവലാണ്. നിങ്ങൾ കണ്ടാൽ അറിയുള്ളൂ. എന്ന് വെച്ചാൽ ഇത് നമ്മൾ ഒരിക്കൽ ഒരു പ്രതീക്ഷയിലാണ്. ജോസ് സാറിന് പറഞ്ഞു പ്രതീക്ഷിക്കരുത്, നിങ്ങൾ വന്ന് കണ്ടോളാം. അതാണ് കണ്ട് നമുക്ക് ഹാപ്പിയാണ്. ഈ ബർത്ത്ഡേ ദിനത്തിൽ തന്നെ നമുക്ക് ഇത്രയും നല്ലൊരു കിറ്റ് കിട്ടിയത് ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളെല്ലാവരും മോഹം കണ്ട് അറിയാൻ പറ്റും ഇത്രയും പേരാ. എല്ലാവരും ചോദിച്ചാലും പ്രതീക്ഷിക്കുന്ന പോലെ ട്വിസ്റ്റാണോന്ന്. അതല്ല, എല്ലാവരും പടം കാണാൻ വരുമ്പോൾ ഒരു പ്രതീക്ഷയായിട്ടല്ലേ വരിക. അതൊക്കെ മുകളിലാണ് ട്വിസ്റ്റ്. ഈ ജിത്തു ജോസഫ് എന്ന ഒരാളെ എഴുതി വെച്ചിരിക്കുന്നത് അയാൾക്ക് മാത്രം ചിന്തിക്കാൻ പറ്റുന്ന ലെവലില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പ്രതീക്ഷയായിട്ട് വരും. ദൃശ്യം നമ്മൾ അതാർക്കും അറിയില്ല. ദൃശ്യം 3 ഈ ഓൺലൈൻ മീഡിയാസ് എല്ലാവർക്കും ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. ഇപ്പം ഈ പടം ഇറങ്ങുന്നതിന് മുമ്പേ ഇതിൻ്റെ പല കഥകൾ പല ആൾക്കാരുടെ രീതിയിൽ പല യോജന. അപ്പം നമ്മൾ വേണം ചോദിച്ചു, നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ ഇഷ്ടമാണ്. പ്രതീക്ഷിക്കുന്ന ട്വിസ്റ്റല്ലത്. ഇത് കണ്ടാൽ മാത്രമേ ഇയാൾ ഇതാണോ ചെയ്തു വെച്ചിരിക്കുന്നത്. പ്രതീക്ഷിക്കുന്ന അപ്പുറത്താണ് ഇതിൻ്റെ ട്വിസ്റ്റ്. മെയിൻ ആൻഡ് ക്ലൈമാക്സ് തന്നെയാണ്. ധൈര്യമായിട്ട് എല്ലാവർക്കും വന്ന് കാണാം. വരും ദിവസങ്ങൾ അറിയാൻ പറ്റും. ദൃശ്യം സീരീസിലൊക്കെ ഒരു ഇതുമില്ലാണ്ട് ആരും കൈവെക്കൂല. അത് 100% ഉറപ്പാണല്ലോ. നമ്മളെ സംബന്ധിച്ച് പടം ഓക്കെയാണ്. നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എപ്പോഴും സാധാരണ നടക്കുന്നത്. നമ്മളെന്തെങ്കിലും പ്രതീക്ഷിച്ച് വരും, നമുക്ക് നെഗറ്റീവാണ് കിട്ടാറ്. പക്ഷെ ഇതിന് ആരാധകർ എന്ന നിലയിൽ ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്. നമ്മൾ അങ്ങനെ കാരണം ഒന്നുമില്ലാതെ ദൃശ്യ സീരീസിൽ ഇവർ കൈവെക്കാറില്ല. വെച്ചതിലൊക്കെ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. ഈ ജിത്തുവിന്റെ സമീപകാലത്തുള്ള പടങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പോരായ്മകളായിരുന്നു. ഇപ്പൊ വലതുവശത്തെ കളറിൽ ഉൾപ്പെടെ കുറെ പടങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ദൃശ്യ സീരീസ് എപ്പോൾ പുള്ളി ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്. അതിന് പുള്ളി വിജയിച്ചിട്ടുണ്ട്. താങ്ക് യു. വലിയ ആഘോഷമാണ്. മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിൽ ആരാധകർക്ക് കറക്റ്റ് ആയിട്ടുള്ള സമ്മാനം തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അല്ലേ? ഇതിന്റെ അപ്പുറത്തോട്ടൊന്നുമില്ല. പടം തൂക്കി, അതാണ് ഏറ്റവും വലിയ പിറന്നാൾ സമ്മാനം. പിന്നെ പിറന്നാളായിട്ട് ലാലേട്ടനെ നേരിട്ട് കണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയാനും പറ്റി. അടിപൊളി സിനിമ. പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇഷ്ടം. എന്താണ് ഇത് പറയാൻ വാക്കുകളില്ല, വേറെ ഇനിയില്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.